പ്രൈസ് ദി ലോർഡ്. സിയോൺ ബൈബിൾ കിസാൻ പ്രോഗ്രാം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിലെ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില കുസൃതി ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ശുഭ മനു, മുംബൈ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ഒരിക്കൽ ഞങ്ങൾ കൂട്ടമായി വന്നു, ഒരിക്കൽ ഞാൻ ഒറ്റയ്ക്ക് വന്നു. എന്നിലൂടെ അത്ഭുതങ്ങൾ നടന്നു. നെറ്റ്വർക്കിലൂടെ മാത്രമേ നിങ്ങൾക്കെന്നെ സ്വന്തമാക്കാൻ കഴിയൂ. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: മീൻ അല്ലെങ്കിൽ മത്സ്യം. കൂട്ടമായി വന്നത് പെരുത്ത മീൻകൂട്ടം കിട്ടിയത്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 11 വാക്യം. ഒറ്റയ്ക്ക് വന്നത് പത്രോസ് ചൂണ്ടലിട്ടപ്പോൾ ആദ്യം കിട്ടിയ മീൻ. മത്തായിയുടെ സുവിശേഷം 17 അധ്യായം 27 വാക്യം. അത്ഭുതം നടന്നത് അപ്പവും മീനും വാഴ്ത്തി നുറുക്കിയത്. ലൂക്കോസിന്റെ സുവിശേഷം 9 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം: ബൈബിളിൽ ഞാനില്ലെങ്കിലും എൻ്റെ അവയവത്തെപ്പറ്റി പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: ആനക്കൊമ്പ്. 1 രാജാക്കന്മാർ 10 അധ്യായം 22 വാക്യം. അടുത്ത ചോദ്യം: ഒരു ഉഭയജീവിയായ ഞാൻ രാജാക്കന്മാരുടെ പള്ളിയറകളിൽ കയറിയിട്ടുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: തവള. സങ്കീർത്തനം 105 അധ്യായം 30 വാക്യം. അടുത്ത ചോദ്യം: ബൈബിളിൽ ഒരിടത്തും എന്നെ കാണാൻ കഴിയുകയില്ല, പക്ഷേ എൻ്റെ ശബ്ദവുമായി ബന്ധമുള്ള പുസ്തകമുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: ഞാൻ പൂച്ച, ശബ്ദം മ്യാവു, നെഹമ്യാവ്, ഇരമ്യാവ്. അടുത്ത ചോദ്യം: ഇരപിടിയൻ വർഗത്തിൽപ്പെടുന്ന ഒരു നിശാപക്ഷിയാണ് ഞാൻ. അറപ്പാകുന്ന ചില പക്ഷികളിൽ ഞാനുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: മൂങ്ങ. ലേവ്യ പുസ്തകം 11 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം: എൻ്റെ ശരീരം കണ്ടാൽ രോമങ്ങളാകുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. എങ്കിൽ രോമം അല്ല. ബൈബിളിൽ ഞാൻ ഒരു സ്ഥലം കൈവശമാക്കുമെന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: മുള്ളൻ പന്നി. യെശയ്യാവിൻ്റെ പ്രവചനം 34 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം: നീണ്ട ശരീരവും കുറുകിയ കാലുകളും മറവിയിൽ ഒന്നാമനുമായ ഞാൻ അശുദ്ധമായവയിൽ ഉണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: അരണ. ലേവ്യ പുസ്തകം 11 അധ്യായം 30 വാക്യം. അടുത്ത ചോദ്യം: സ്വന്തമായി വല വിരിച്ച് ഇരയെ പിടിക്കുന്ന നട്ടലില്ലാത്ത ഒരു ചെറു ജീവിയാണ് ഞാൻ. ഒരുവന്റെ ശരണം ഞാൻ അത്രേ. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: ചിലന്തി. ഇയ്യോബിന്റെ പുസ്തകം 8 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം: ഒരു പകർച്ചവ്യാധി രോഗത്തിന് ലോകം എന്നെ പ്രസിദ്ധിയാക്കി. എങ്കിൽ വേദപുസ്തകത്തിൽ ഒരു രോഗം അല്ലെങ്കിൽ ഒരു ബാധ മാറുന്നതിന് എന്നെ പ്രസിദ്ധിയാക്കിയിട്ടുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: എലി. പ്രസിദ്ധമാക്കിയത് എലിപ്പനി. ബാധ മാറാൻ എലിയുടെ പ്രതിമയുണ്ടാക്കി. 1 ശമൂവേൽ 6 അധ്യായം 4, 5 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഔഷധ പദാർത്ഥങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ എണ്ണയിൽ ഞാൻ വീണാൽ ആ എണ്ണ പ്രയോജനമില്ലാതെ പോകും. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: ഈച്ച. സഭാപ്രസംഗിയുടെ പുസ്തകം 10 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം: പേരിൽ പുഷ്പമുള്ള പക്ഷി ഏതാണ്? ഉത്തരം: വേഴാമ്പൽ. പുഷ്പം ആമ്പൽ. സങ്കീർത്തനം 102 അധ്യായം 6 വാക്യം.
അടുത്ത ചോദ്യം, ഒരു പണിയായുധത്തിനകത്ത് ഒരു ഇഴജന്തു. പണിയായുധം ഏത്? ഇഴജന്തു ഏത്? ഉത്തരം ആയുധം മുപ്പല്ലി, ഇഴജന്തു പല്ലി. 1 ശമൂവേൽ 13-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മാംസാഹാരിയായ എന്നെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവരോട് ഉപമിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം കഴുകൻ. യെശയ്യാവിൻ്റെ പ്രവചനം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഉരകവർഗത്തിൽപ്പെട്ട ഞാൻ രാജ്യഭരണം നിർവഹിക്കുന്നവരുടെ ഭവനങ്ങളിലുമുണ്ട് എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം പല്ലി. സദൃശ്യവാക്യം 30-ാം അധ്യായം 28-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കരയിലും മരങ്ങളിലും ഈർപ്പമുള്ള സ്ഥലങ്ങളിലും എന്നെ കാണാം. ഒരുവന്റെ ശരീരഭാഗത്തിൽ എന്നെ കണ്ടതുകൊണ്ട് അവനൊരു കൊലപാതകയെന്ന് പറഞ്ഞവരുണ്ട് എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം അണലി. പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പല നിറങ്ങളിൽ ഞങ്ങളെ കാണാമെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഒരു നിറമാണ്. ഒരുവൻ ഉറക്കത്തിൽ കണ്ട കാഴ്ചയിൽ ഞാനുണ്ട് എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം പശു. ഞങ്ങൾ തരുന്നത് ഒരു നിറമുള്ള പാൽ. ഉറക്കത്തിൽ ഫറവോൻ കണ്ടത് ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 1-4 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, കാക്കകൾ കളപ്പുരയിൽ ഒന്നും കൂട്ടിവെക്കാറില്ല, എന്നാൽ ഞാൻ എനിക്ക് വേണ്ടി എല്ലാം കരുതാറുണ്ട്. ഒരുവൻ അണിഞ്ഞ വസ്ത്രത്തിൽ ഞാനുണ്ട് എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം ഒട്ടകം. ഒട്ടകം കരുതുന്നത് വെള്ളം. വസ്ത്രം യോഹന്നാൻ്റെ, സ്നാപയോഹന്നാൻ്റെ വസ്ത്രം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എന്നെ സ്ത്രീയോട് ഉപമിച്ചിട്ടുണ്ട്. എൻ്റെ അന്നത്തിൽ ഒരു മീനുണ്ട് എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം പന്നി. സദൃശ്യവാക്യം 11-ാം അധ്യായം 22-ാം വാക്യം. പന്നിയുടെ ആഹാരം വാളവര, മീനിൻ്റെ പേര് വാള. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കാണാൻ ഭംഗിയുള്ള ഒരു സസ്യഭുക്കാണ് ഞാൻ. ആഹാരമില്ലാത്തതിനാൽ ജനനത്തിൽ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നു എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം മാൻപേട. യിരെമ്യാവിൻ്റെ പ്രവചനം 14-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.